ാണോ നീ വലിയ യൂണിറ്റ് അങ്ങനത്തെ ഒരു സ്വരത്തിലാണ് പുള്ളി എൻ്റെ അടുത്ത് സംസാരിച്ചു തുടങ്ങുന്നത്. ആദ്യം തൊട്ട് തന്നെ നിന്നെ കണ്ടാ പറയലോ നീ ലഹരി ഉപയോഗിക്കുന്നത് അങ്ങനെ തന്നെ പറയുന്നത്. സാനുണ്ട് വിശദാംശങ്ങളുമായി. സാനു, ഇവർ പറയുന്ന പ്രതികരണങ്ങൾ അനുസരിച്ച് അഭിരാജ് സാഹചര്യ തെളിവുകളുടെ സാഹചര്യത്തിലാണ് അറസ്റ്റിലായതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതേസമയം പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ തനിക്കെതിരെ ഉണ്ടായെന്നും അഭിരാജ് പറയുന്നുണ്ട്. SFIയുടെ എല്ലാത്തരം ന്യായീകരണങ്ങളെയും തള്ളിക്കൊണ്ടാണ് ACP ഇപ്പോൾ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. അതായത് പരിശോധന നടത്തുന്ന ഓരോ വിവരങ്ങളും ദൃശ്യങ്ങളായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളെല്ലാം തങ്ങളുടെ പക്കലുണ്ട്. അതുകൊണ്ട് ഇത്തരം ന്യായീകരണങ്ങൾക്കൊന്നും ഇടവരുത്താതെ ഒരു പരിശോധനയാണ് തങ്ങൾ നടത്തിയതെന്നാണ് ACP അറിയിച്ചിരിക്കുന്നത്. അതായത് പൂർവ്വ വിദ്യാർത്ഥികൾക്കും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ എത്തിക്കുന്നതിൽ കൃത്യമായ പങ്കുണ്ടെന്നും ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു മുറി, അതായത് ഒരു മുറിയിൽ 3 വിദ്യാർത്ഥികൾക്ക് വീതമാണ് അവിടെ തങ്ങാൻ വേണ്ടി സൗകര്യം കൊടുക്കുന്നത്. അതായത് ഒരു മുറിയിൽ ഒരാൾ ഒരു വസ്തു കൊണ്ടുവന്നാൽ മറ്റുള്ള 2 പേരും അതിൽ അറിയുന്നതായിരിക്കും. ഇത്രയധികം കഞ്ചാവ് അവിടെ വെച്ച് ഒരേ സമയം പാക്കറ്റിലാക്കുമ്പോൾ അത് ഒപ്പമുള്ളവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുമെന്നും പോലീസ് പറയുന്നു. ഇത്തരം ന്യായീകരണങ്ങൾക്കൊന്നും ഇടകൊടുക്കാതെയാണ് തങ്ങളുടെ പരിശോധന നടന്നതെന്നും അതേപോലെ തന്നെ ഈ പരിശോധനയുടെ എല്ലാ ഘട്ടങ്ങളുടെ വിവരങ്ങളും വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടെന്നും അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. മറ്റുള്ളവരിലേക്കും, അതായത് ഈ ലഹരി എത്തിച്ചു കൊടുത്തതിലേക്കും ഇതിന് പുറത്തുള്ള കണ്ണികളിലേക്കും അന്വേഷണം ഉടൻ തന്നെ എത്തുമെന്നാണ് ACP അറിയിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കോളേജിന് മുന്നിൽ നിന്നും ഒരു പൂർവ്വ വിദ്യാർത്ഥിയെ കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹത്തെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് കോളേജിനുള്ളിൽ ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളും എത്തുന്നുണ്ടെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. അതിനെ തുടർന്നാണ് ഇന്നലെ വൈകുന്നേരം വലിയൊരു പരിശോധന നടത്തിയത്. ഏകദേശം 7 മണിക്കൂർ ഈ പരിശോധന നീണ്ടുനിന്നു. പൊട്ടിക്കാത്ത 2 പാക്കറ്റ് കഞ്ചാവും അതേപോലെ ചെറിയ പാക്കറ്റുകളിലാക്കി 5, 10, 15 ഗ്രാമുകളാക്കി മാറ്റിയിരുന്ന വലിയൊരു ശേഖരവുമാണ് പോലീസ് കണ്ടെത്തിയത്. ഇതിന് പുറമെ മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളും അടക്കം വലിയ തോതിലുള്ള വസ്തുക്കൾ ഈ കോളേജിൽ നിന്നും പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഹരിത. സാനു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇരുകൂട്ടരും പറയുന്ന ഒരു ഇപ്പോൾ പോലീസ് മുഖ്യപ്രതിയായി അറസ്റ്റ് ചെയ്ത ആകാശ് നിരപരാധിയാണെന്നുള്ള ഒരു കാര്യമൊക്കെ പറയുകയുണ്ടായി. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നിരപരാധിത്വം ആകാശിന്റെ ഭാഗത്തുള്ളതായി തെളിഞ്ഞിട്ടുണ്ടോ? അങ്ങനൊരു കാര്യങ്ങളൊന്നും വ്യക്തമായിട്ടില്ല. കൃത്യമായിട്ടുള്ള തെളിവോടുകൂടി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രത്യേകിച്ച് ഇവർ പറയുന്ന ന്യായീകരണങ്ങളൊന്നും പോലീസ് ഇപ്പോൾ അംഗീകരിച്ചിട്ടില്ല. അവരതിനെ പൂർണ്ണമായിട്ട് തള്ളിയിട്ടുണ്ട്. എല്ലാത്തരം തെളിവുകളുമുണ്ട്. അത് മാത്രമല്ല, ഇവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. അവർ മയക്കുമരുന്ന് ഉപയോഗിച്ച്, അതായത് കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ തെളിവുകൾ ആ പരിശോധനയിൽ ലഭിച്ചു എന്നടക്കമുള്ള വിവരങ്ങളാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം, നടപടിക്രമങ്ങളെല്ലാം കളമശ്ശേരി പോലീസിന്റെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം അതായത് ഒരു KSU പറയുന്നത് SFI ആണെന്നും SFI പറയുന്ന KSU ആണെന്നാണ് ഈ കഞ്ചാവ് എത്തിക്കുന്നതും സ്ഥിരമായിട്ട് മയക്കുമരുന്ന് കൊണ്ടിരുന്നതും. 2 വിദ്യാർത്ഥി സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുമ്പോൾ കൃത്യമായിട്ട് ഇപ്പോൾ പിടിക്കപ്പെട്ടിരിക്കുന്നതിൽ KSUവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആണുള്ളത്. അതേപോലെ 3 പേര് ഓടി രക്ഷപ്പെട്ടതിൽ ഒരാൾ KSUവിന്റെ സജീവ പ്രവർത്തകനാണെന്നും അതേപോലെ കോളേജ് യൂണിയനിലേക്ക് മത്സരിച്ച ആളെന്നുമാണ് SFIയുടെ ആരോപണം. എന്തായാലും ഇത്തരം ആരോപണങ്ങളെല്ലാം പോലീസ് തള്ളിയിരിക്കുകയാണ്. രാഷ്ട്രീയം പിന്നീട് ആദ്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിടികൂടിയ വസ്തുക്കളിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നതാണ് പോലീസ് പറയുന്നത്. രാഷ്ട്രീയ കാര്യങ്ങൾ പിന്നീട് അന്വേഷണ വിധേയമാക്കാം എന്നും ACP വ്യക്തമാക്കിയിട്ടുണ്ട്. സാനു, അതേസമയം തന്നെ ഈ കോളേജിന്റെ ഭാഗത്തു നിന്ന് അതീവ വീഴ്ചയുണ്ടായെന്ന് പ്രിൻസിപ്പൽ അടക്കം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ ഈ പരിശോധനകളൊന്നും, അല്ലെങ്കിൽ കോളേജിന്റെ ഭാഗത്തു നിന്നുള്ള പരിശോധനകളൊന്നും ഇതിനു മുൻപേയും അവിടെ നടന്നിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തെളിവുണ്ടോ? അതായത് കോളേജ് പ്രിൻസിപ്പൽ ഈ ഒരു സംഭവത്തിൽ വീഴ്ച സംഭവിച്ചതായിട്ടുള്ളൊരു രീതിയിലാണ് സംസാരിച്ചത്. അതായത് കോളേജിലെ ഹോസ്റ്റലുകളിലടക്കം കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പരിശോധന നടത്തുന്നതിൽ കോളേജിന് തെറ്റുപറ്റി, അല്ലെ കോളേജിന് അങ്ങനെ ഒരു നടപടി സ്വീകരിക്കാൻ